ക്രിക്കറ്റ് കോച്ച് മനുവിന്റെ പീഡന കേസിൽ സർക്കാർ നിലപാട് നിർണായകമാകും. പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസിൽ ഉന്നതതല അന്വേഷണത്തിന് വഴിയൊരുങ്ങിയേക്കും. അതേസമയം ഇത്തരം വീഴ്ചകൾക്ക് വഴിയൊരുക്കിയ KCAയിലെ ഭരണ സംവിധാനങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ്. വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഇന്റേണൽ കമ്മിറ്റി ഞങ്ങളത് ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ബൈലോ പ്രകാരം ഉണ്ടെന്നുള്ള ഇതിലിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഇതിൽ തിരിച്ചു കുട്ടികളെ കൊണ്ടുവരണം. തിരിച്ച് ക്രിക്കറ്റ് കോച്ച് മനുവിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് KCA വീഴ്ച തുറന്ന് സമ്മതിച്ചു. എങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് KCAയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ക്രിക്കറ്റ് മേഖലയിൽ താരങ്ങൾക്കിടയിലടക്കം വിഷയം സജീവ ചർച്ചയാണ്. അസോസിയേഷന്റെ ഭരണ സംവിധാനങ്ങളിലെ പിഴവുകളാണ് ക്രിക്കറ്റ് മേഖലയിലെ ചർച്ച. ഭാരവാഹിത്വം സംബന്ധിച്ചടക്കം ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ ജില്ലാതലങ്ങളിൽ നടപ്പാക്കാത്തത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുൻ ഭാരവാഹിക്കെതിരായി ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ച നടപടികളിൽ വീഴ്ച സംഭവിച്ചതടക്കമുള്ള വിഷയങ്ങളാണ് ഉയർന്നുവരുന്നത്. അതേസമയം പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതോടെ മനുവിനെതിരായ പോക്സോ കേസിന്റെ ഗതി മാറും. ഉന്നതതല അന്വേഷണമാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. നിലവിൽ പരാതി നൽകിയവർ മാത്രമല്ല, കൂടുതൽ കുട്ടികൾ അതിക്രമത്തിനിരയായിട്ടുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. മനുവിനപ്പുറം ഇനിയും കൂട്ടുപ്രതികളുണ്ടെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. കൂട്ടാളികളുമായി സഹകരിച്ച് മാഫിയ പോലെ മനു പ്രവർത്തിച്ചുവെന്ന് ഹർജിയിൽ പറയുന്നു. മുൻകാലങ്ങളിൽ അതിക്രമങ്ങൾ നേരിട്ടവരിൽ കൂടുതൽ പേർ നിയമ സംവിധാനങ്ങളെ സമീപിക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.